ഇത് വികസനത്തിന്റെ മുഖമെന്ന് സർക്കാർ മുദ്രകുത്തിയ വിഴിഞ്ഞത്തിലെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ. അപ്പുറത്തെ ചുമരൊന്നും ഇല്ല, എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞെല്ലാം കിടക്കണം. വോട്ട് പിടിക്കാൻ വരും. ചേറിന്റെ അടിയിൽ നിന്ന് ഇടിഞ്ഞെന്റെ തലയിൽ വന്ന് വീഴുന്നു. ഇതാണ് കാണിച്ചത്. അതൊരു ബാത്റൂം, ഇതൊരു കുളിറൂം, ഇതൊരു അടുക്കള, അതൊരു പെര, ഇതൊരു ഇറ. ഇതാണ് സംഭവം. നോക്കി 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 കണ്ണത്തെ ദൂരം വരയ്ക്കും അവൻ നോക്കുന്നെന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ ചുമ്മാ. ഓരോ കാറ്റിന് ഇതുപോലെ ഈ സെൻസൈഡ് ഇടിഞ്ഞ് വീഴുന്നോണ്ടിരിക്കും. ഓരോ കാറ്റടിക്കുമ്പോഴും മഴ പെയ്യും. നമ്മൾ കൊച്ചു മക്കളുള്ള വീടാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പുറം എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കോൺഗ്രസിന് 3 പ്രാവശ്യം ഞങ്ങൾ വോട്ടിട്ട്. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ ജയിക്കട്ടെ, ഞാൻ നോക്കാം. ഇതുവരെ ഒന്നും നോക്കി. 1034 കുടുംബങ്ങൾ, 91 കോടി രൂപ. ഇതാണ് സർക്കാർ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. കുഞ്ഞു കുട്ടികൾക്ക് പോലും കളിസ്ഥലമില്ലാതെ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്നു. മറ്റുള്ള കുടുംബങ്ങളുടെ കാഴ്ച നമുക്ക് കണ്ടറിയാം. 5 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ ഇന്നലെ മണ്ണിന്റെ അടിയിലാണ്. നല്ല ആരോഗ്യം തൻ്റെ ഉള്ള ഒരു ഉമ്മയായതുകൊണ്ട് അങ്ങനെ പിടിച്ചിരിക്കണം. 5 ടിച്ചൊക്കെ ഇട്ട് കിടന്നതാണ് നമ്മളെ ഈ അപകടത്തിലാക്കിയത്. അവർ വന്നൊരു പദ്ധതി ചോദിച്ച് നമ്മൾ അതിന് തയ്യാറെടുത്ത് അങ്ങ് കൊടുക്കുകയും ചെയ്യും. പിറ്റേ വർഷം തന്നെ എല്ലാവരും പുറത്ത് വന്ന് വീഴും. അപ്പുറത്തെ ചുമരൊന്നും ഇല്ല, എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞെല്ലാം കിടക്കണം. പരാതി ആശുപത്രിയിൽ വീടാണ് ഫ്ലാറ്റിന് വേണ്ടി തന്ന് ഞങ്ങൾക്ക് കാല് തീട്ടി കിടക്കാൻ പോലും സ്ഥലമില്ല. എന്നിട്ട് ഈ തട്ട് പൂശാതെ എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പിള്ളേരെ കാലിലില്ല അമ്മന്ന് വിടുന്ന പിള്ളേർക്കൊക്കെ വെണ്ടേജൊക്കെ ഇട്ട് നേരത്തെ. ഇതിപ്പം തല പൊട്ടിയത് കൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് വന്ന് വിഴുന്നു മോനെ, വന്ന് കമ്പിയോടെ വന്ന് വിഴുന്നാണ് തല പൊട്ടി 4 തയ്യലോടെയാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇതിനു മുമ്പേ പിള്ളേരെ കാലിലൊക്കെ വിഴുന്ന് കാലൊക്കെ ബാൻഡേജ് ഇട്ടാണ് പിള്ളേരൊക്കെ കിടന്നത്. അപ്പൊ വീട്ടിന്റെ അകത്ത് ഒരിതുമില്ല, തട്ടൊന്നും പൂശാതെ വീട്ടിന്റെ അകത്തെല്ലാം ചോന്ന് വെള്ളം ഇറങ്ങി കണ്ടമായിട്ട് വന്നു. 7 വർഷമായി ഇതിന്റെ പരാതിയായിട്ട് നമ്മൾ കോർപ്പറേഷനിൽ പോയിട്ടുണ്ട്. കോർപ്പറേഷനിൽ വന്ന ആൾക്കാർ വന്ന് പരാതി ഇത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. 1 രൂപയുടെ സഹായം ഇതുവരെ നടന്നില്ല. ഇന്നലെ ഞാൻ അക്ഷയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ കയറി. ഒരു സ്റ്റെപ്പ് കയറി, 2ാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് മേളിൽ നിന്ന് സ്റ്റെയറിൻ്റെ അടിയിൽ നിന്ന് ഇടിഞ്ഞെൻ്റെ തലയിൽ വന്ന് വീഴുന്നു. വലിയ അഴിമതിയാണ് നടത്തിയത് ഇവിടെ. ഇവിടെ മൊത്തത്തിൽ എങ്ങനെയാണ്, നമുക്ക് മാത്രമല്ല എല്ലാ വീടുകൾക്കും ഉണ്ട് പ്രശ്നമുണ്ട്. എല്ലാ വീടുകൾക്കും ഉണ്ട്. സെൻസൈഡ് ഇടിഞ്ഞെടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് ഈ തറയായതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുക, തനിയെ പോവുകയും ചെയ്യും. വീട്ടിൽ എയർ ഹോളിൽ കൂടെ ചോർച്ചയുണ്ട്, വെള്ളം അടിച്ചു കയറും. ഇത് ഞാൻ ഈ മക്കളെയൊക്കെ പ്രസവിക്കാൻ മുമ്പ് വെച്ച വീടാണ്. ഇത് അപ്പുറത്തിരിക്കുന്ന വീട്. ആ വീട് അവർ സ്വന്തമായിട്ട് വെച്ചതാണ്. അതിനൊരു വീഴ്ചയിലോ ഒരിതുമില്ല. അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാം ഇടിഞ്ഞു മാരിയാണ് കിടക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇത് തന്നെ. ഇതെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് വന്ന് വീണത്. രാവിലെ എന്റെ ദേഹത്ത് വിളാനുള്ളതാണ്. ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോ വന്ന് വിളന്ന് നടക്കുന്നത്. ഇതിപ്പോ ഒരു 2-3 വർഷം കൊണ്ട് ചുമ്മാ ഇടിഞ്ഞിടിഞ്ഞ് വന്ന് വിളുന്നുണ്ട്. എനിക്ക് പേടി, ഇവിടെ കൊച്ചു പിള്ളേരെ കണ്ട് പേടി. ഇല്ല, നമ്മള് പൈസ അടയ്ക്കുമ്പോൾ നമുക്ക് താക്കോല് തരും. പിന്നെ അത് പറയണോ? പിന്നെ മഴ പെയ്യുമ്പോ വലിയ പേടി ഞങ്ങൾക്ക്. വെള്ളം മൊത്തം വീട്ടിന്റെ അകത്ത് ഹോളിൽ കൂടെ എല്ലാം ചാഞ്ഞ് പെയ്യും. പിന്നെ കഥവെല്ലാം പോയി. ഞങ്ങൾ കഥവൊക്കെ അവിടെ കയറി നോക്കിയ സഹോദരനക്ക് അറിയാം. അതാ വന്നവര് കേട്ടോ. എന്റെ പൊന്നു പോയി, അനിയത്തിയുടെ പൊന്നും എന്റെ പിള്ളേരെ പൊന്നെല്ലാം പോയാണ് ഞാൻ വീട് വാങ്ങിച്ചത്. അപ്പം മുമ്പ് നിസ ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു വീട് വാങ്ങിച്ചത്. അതിനുശേഷം ഈ വീട് വാങ്ങിച്ചപ്പോൾ ഞാൻ പൈസ ഒന്നും അടച്ചില്ല. എനിക്ക് അട്ടുള്ളിയും പുറക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ വീട് അവർ തരും, നീ കയറി കിടാ സഹോദരനെ വിട്ട് മേലെ വിട്ട്. അങ്ങനെ അനിയത്തി സഹോദരനാണ് ഇവിടെ താമസിക്കുന്നത്. വലിയ ബുദ്ധിമുട്ട്. ഒരു 3-4 തൊടി കയറി പോയത് ഈ സംഭവം നടന്നു. ഒന്ന് കട്ടയോടെ ഒന്ന് വിളുന്ന തലയിൽ വലിയ കണ്ട. എൻ്റെ മോളും തൊട്ടടുത്ത് അവരെ കൂടെ ഉണ്ട്. അവളെ തന്നെ. ഈ 2 വീട് കാരണം എൻ്റെ വീടിൻ്റെ ഷീറ്റ് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. ഈ കാണുന്ന ഇതെല്ലാം പൊട്ടി വന്ന് വീണത് എൻ്റെ വീടിൻ്റെ ഷീറ്റിൻ്റെ മണ്ടയ്ക്കാണ്. ഞാൻ അതിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ വീട് മൊത്തം ചോരയാണ്. ഞാൻ MC-യിൽ വെച്ചാണ് അടച്ചു വെച്ചിരിക്കുന്നത് വീട്. വേണമെങ്കിൽ അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം. കാരണം ഇവരുടെ അടുത്ത് പറഞ്ഞു അവരും കേൾക്കുന്നില്ല. ഇത് ചെയ്തവനാണെങ്കിൽ അവൻ്റെ തോന്നിയ സമയം ചെയ്തിട്ടും പോയി. നമ്മൾ ഇത് കൊടുക്കാതിൻ്റെ പേരിലെന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയാലും ഒരു ഏണി വെച്ച് ഇവിടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ വീട് മൊത്തം പൊട്ടിയാണ് നിൽക്കുന്നത്. ഈ 2 വീട് കാരണം എൻ്റെ വീടിൻ്റെ ഷീറ്റ് മൊത്തം പൊട്ടിയിരിക്കുകയാണ്.
ഈ കാണുന്ന ഇതെല്ലാം പൊട്ടി വന്ന് വീണത് എൻ്റെ വീടിൻ്റെ ഷീറ്റിൻ്റെ മണ്ടയ്ക്കാണ്. ഞാൻ അതിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് എൻ്റെ വീട് മൊത്തം ചോരയാണ്. ഞാൻ MC വെച്ചാണ് അടച്ചു വെച്ചിരിക്കുന്നത് വീട്. വേണമെങ്കിൽ അകത്ത് കയറി ഞാൻ കാണിച്ചു തരാം. കാരണം ഇവരുടെ അടുത്ത് പറഞ്ഞ് അവരും കേൾക്കുന്നില്ല. ഇത് ചെയ്തവനാണെങ്കിൽ അവൻ്റെ തോന്നിയ സമയം ചെയ്തിട്ടും പോയി. നമ്മൾ ഇത് കൊടുക്കാതിൻ്റെ പേരിലെന്ന് നിങ്ങൾക്ക് ഇത് നോക്കിയാലും ഒരു ഏണി വെച്ച് ഇവിടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ വീട് മൊത്തം പൊട്ടിയാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് അവരത് കേൾക്കുന്നില്ല. ഇത് നമ്മൾ അറിയിക്കേണ്ട ആൾക്കാർക്ക് അറിയിച്ചിട്ട് അവരും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവേദി ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. കാരണം ഇത് എങ്ങാണ് ഇടിഞ്ഞ് വീണ ഈ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡാണ് ഈ ഇടിഞ്ഞ് വീണത് മൊത്തം. ഞാൻ 2 മക്കൾ അവിടെയാണ് കിടക്കുന്നത്. എന്തെങ്കിലും ആയിപ്പോയാൽ ഇത് ആരടുത്താണ് പോയി പറയേണ്ടത്? ഞാൻ കൊടുത്തില്ലായിരുന്നു. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കിത് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ഫലമില്ലാത്ത സ്ഥലമാണ്. കാരണം ഇതെല്ലാം കൂടെ അവർ പറ്റിപ്പിച്ചതാണ് ജനങ്ങളെ. മനസ്സിലായി? കാരണം ഈ ഒരു വീട്ടിനകത്ത് കയറി നോക്കി ഒരു റൂമിൻ്റെ അകത്ത് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തർക്ക് 5 മക്കൾ, 4 മക്കൾ, 3 മക്കളുള്ളവർക്ക് ഒരു ബെഡ്റൂമും ഒരു കിച്ചനും കൊണ്ട് എന്ത് നേടാനാണ്? അവർക്കൊക്കെ അത് ആവശ്യമില്ലാതെ അവർക്ക് അത് അറിയാതെ ചെയ്തു പോയതാണ്. മനസ്സിലായില്ലേ? ഈ ഒരു വീട് ഇത് മൊത്തം 4-5 വീടുണ്ട്. അവർ ഒരു വലിയ വീടായിരുന്നു ഇത് അവർക്ക് നേരത്തെ. ഈ കൊടുത്തിരുന്ന 2 വീടും വലിയ വീടാണ്. അവർ 4-5 ഫാമിലി ഒരുമിച്ച് താമസിക്കുന്ന വീടാണ്. ആ വീട്ടിലാണ് ഇവർ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് പറ്റിപ്പിച്ചതാണ് ജനങ്ങളെ. വേറെ ഒന്നുമല്ല. ഇതാണ് ഇതിൻ്റെ സത്യം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുത്തില്ലായിരുന്നു. ഞാൻ അന്ന് ഇവിടെ സ്ഥലത്തില്ല, പുറത്തായിരുന്നു. ഇപ്പോൾ നാട്ടിലാണ് സ്ഥിരമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 2 ബെഡ്റൂം തരാണ് ഞാൻ കൊടുക്കാമെന്ന് പറയും. അവരത് നിങ്ങൾക്ക് മാത്രം 2 ബെഡ്റൂം അലോട്ട് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ താഴോട്ടുള്ള വീടൊന്നും എടുക്കാൻ പറ്റാത്തത്. ഇവിടെ കൊണ്ടുവന്ന മറ്റേ നമ്മളെ സുധീറാണ് കൊണ്ടുവന്നത്. അതിപ്പോൾ അവർ പറയണത് ജനങ്ങൾക്ക് നല്ലതാണ്, നമുക്കും അത് നല്ലതായിട്ട് തോന്നി. പക്ഷെ ഇത്രയും വൃത്തികേടായിട്ട് ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. ഒട്ടും വിചാരിച്ചില്ല ഇതിങ്ങനെ സംഭവിക്കുന്ന പറഞ്ഞു. മനസ്സിലായില്ലേ? അവർ ഇനി ബാക്കിയൊക്കെ ഇത് കാണുന്ന ആൾക്കാരും ഇതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത്. കാരണം എനിക്ക് എപ്പോഴും ഈ 2 വീട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൻ്റെ ഒരു കണപ്പ് ഏണി കൊണ്ട് ഞാൻ വെച്ച് കയറി ഇതിൻ്റെ മുകളിൽ കയറാൻ മൊത്തം ഈ വീടിൻ്റെ 2 വീട്ടിൻ്റെ മൊത്തം കഷ്ണം എൻ്റെ ഷീറ്റിൻ്റെ മണ്ടയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ദയവേദി ഇതിൻ്റെ അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേദിൻ്റെ ഒരു തീരുമാനം നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കുക. ഇതേ എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട. ഈ വീട് മുന്നേ എനിക്ക് ശരിയാക്കി തരണം. ഇവർ ചുരുക്കി വെച്ച് നടത്തിയിട്ടുണ്ട്. കാര്യം കിട്ടിയതിൽ ഇത്ര സെറ്റ് മറ്റേ ചെറുതായിട്ട് റൂമായിട്ട് കിട്ടി തന്നു. അത്രയേ ഉള്ളൂ. പിന്നെ സ്ഥലങ്ങൾ ഇങ്ങനെ വീട് വെച്ച് എല്ലാ സ്ഥലം ഇവർ ചുരുക്കി വെച്ച് എല്ലാ പരിപാടിയെല്ലാം അവർ കാണിച്ചിട്ടുണ്ട്. അഴിമതിയൊക്കെ അവരാണ്ട് കാണിച്ചിട്ടുണ്ട്. ഇതാ കാണിച്ചത്. അതാ അതൊരു ബാത്റൂം, ഇതൊരു കുളിറൂം, ഇതൊരു അടുക്കള, അതൊരു പെര, ഇതൊരു ഇറങ്ങി. ഇതാണ് സംഭവം. ഇത്രയാണ് ഒരു സ്ഥലത്തിൻ്റെ ഒരു വീട്ടിൻ്റെ ഒരു കാമ്പൗണ്ട്. ഒരു സുരക്ഷ ഇല്ല. ഇതാ കണ്ടില്ല, എല്ലാം ഇടിഞ്ഞെല്ലാം മൊത്തത്തിൽ വിളുന്നു കടൽ തീരത്തായുണ്ട്. ഈ ഫ്ലാറ്റുകൾ ഈ പരിസരത്ത് മൊത്തം കൊച്ചു കുട്ടികൾ കളിക്കുന്നതും വന്നിരിക്കുന്നതും മൊത്തത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു ദിവസം രാത്രി കിടന്ന സമയത്ത് ചെറിയ മഴ തൂറ്റൽ ഉള്ള സമയത്ത് പിന്നെ എന്തൊരു സൗണ്ടൊക്കെ കേട്ട് പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോൾ കാണാം ഫസ്റ്റിൽ ഇത് അവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ട് വിളുന്നത് കണ്ടു. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം രാവിലെ കുട്ടി 2-3 ഇടത്തു നാട്ടെല്ലാം വിളുന്നു. ആ വിളുന്ന സമയം തന്നെ ഇതാ കാണുന്നതൊക്കെ ഞാൻ നിസാമത്തി കൗൺസിൽ ഇപ്പം പോയ കൗൺസിലിൻ്റെ അടുത്ത് നേരിട്ട് ഈ മൊബൈലിൽ ഞാൻ അയച്ചു കൊടുത്തു, വാട്സപ്പിൽ അയച്ചു കൊടുത്ത് കണ്ട് ഭർത്തരിപ്പ എന്നൊരു പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് ഞാനും നിസാമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം അന്ന് ഞങ്ങൾ 2 പേര് സംസാരിച്ച്. ഇതിപ്പോൾ ഇന്നലെ രാത്രി ഒരു സ്ത്രീക്ക് സംഭവിച്ചു. ഇതേപോലെ ഒരുപാട് കുട്ടികൾ ഈ സ്കൂളില്ലാത്ത സമയങ്ങളിൽ മൊത്തം കളിക്കാനും ഇറങ്ങി പുറത്ത് നടക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞ് വരുമ്പം ചരമവാർഷികത്തിനൊക്കെയായി ഇവൻ വരുമോ? പരാതിപ്പെട്ട് അവൻ തന്നെ പറഞ്ഞ് മേയർ അടുത്ത് കൊടുക്കുക, ഇവിടെ എല്ലാവരുമായിട്ട് ചേർന്ന് ഒപ്പിട്ടുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. മേയർ അടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം ഒപ്പിട്ട്. അവിടെ നിന്ന് ഒരു പരിഹാരവും ഇതുവരേക്കും നമുക്ക് ആനുകൂല്യമായിട്ട് വന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ മുൻ കൗൺസിലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു വാക്ക് എന്നെ വീണ്ടും പറഞ്ഞത് 2ാമത്തെ പ്രാവശ്യം പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ചാരം കെട്ട ആളെ നോക്കട്ടെ, നോക്കി കണ്ണത്തെ ദൂരം വരയ്ക്കും അവൻ നോക്കുന്നെന്ന് പറയാണ്. പക്ഷെ അതൊക്കെ ചുമ്മാ. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യണം? ഈ ആളെ മരിച്ച ശേഷം കൊച്ചു കുട്ടികളെ പുറത്ത് വിളുന്നു, വലിയ ആൾക്കാരെ പുറത്ത് വിളുന്നു. ഒരാപത്തോ ഒരു അപകടം വന്ന് സംഭവിച്ചു കഴിഞ്ഞ ശേഷം ഇവൻ ചിഹ്നം കുത്തിയിട്ട് വരാൻ വേണ്ടി നിൽക്കുന്ന 8 വർഷം കൊണ്ട് ഈ ടോയ്ലറ്റ് അടിച്ചടിച്ച് ഞങ്ങൾക്ക് മുന്താതെ കിടക്കുകയാണ്. ഒരു ടോയ്ലറ്റ് അടിക്കണമെങ്കിൽ 1 മാസം 2 മാസം അതിൽ 5000 രൂപ കൊടുത്താലേ ഞങ്ങൾക്ക് അടിക്കാൻ പറ്റും. ഇങ്ങനത്തെ ടോയ്ലറ്റാണ് നമുക്ക് തന്നത്. ഇത് പാവപ്പെട്ട
കടലിൽ മത്സ്യത്തൊഴിലാളിയെ കൊണ്ട് കഴിയും, ശമ്പളക്കാരെ കൊണ്ട് കഴിയും. ഒരു മാസം 25,000 50,000 എടുക്കുന്നവരെ കൊണ്ട് കഴിയും. നമ്മളെ കൊണ്ട് പറ്റൂല. 30 വർഷം കൊണ്ട് 40 വർഷം കൊണ്ടാണ് 8 രൂപയുടെ വെള്ളം വാങ്ങി കുടിക്കുന്നത്. ഈ അവസ്ഥയിൽ പിന്നെ വോട്ട് പിടിക്കാൻ വരും, ഞാൻ ജയിക്കട്ടെ, നമ്മൾ പരിഹരിക്കാം. ഇതുവരെ ആരും പരിഹരിച്ചിട്ടില്ല. 80,000 രൂപ കൊടുത്താണ് ഈ ഓട നമ്മൾ വിട്ടത്. വോട്ട് നടക്കുകയാണ്. വോട്ട് നടക്കുമ്പോ അവര് കാര്യം പറഞ്ഞ് നമ്മൾ ഇത്രയും പണം 12 വീട്ടുകാരാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ 12 വീട്ടുകാരെ കൊണ്ട് കഴിയുമോ 80,000 അങ്ങ് താഴെ വിട്ടിരിക്കണം. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ ജയിക്കട്ടെ, ഞാൻ നോക്കാം. ഇതുവരെ ഒന്നും നോക്കിയില്ല. 10 വർഷമായി. കുഴി എടുക്കാൻ പറ്റത്തില്ല, വലിയ കുഴി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചെറിയ കുഞ്ഞു കുഴിയാണ്. അപ്പൊ നമുക്ക് മാസം മാസം അടിക്കേണ്ടി വരും. അതായത് 3 ഫ്ലാറ്റിനും കൂടെ വേസ്റ്റ് പോകുന്ന ഒരു കുഴിയിലാണ്, ഒരു കുഞ്ഞു കുഴി. അത് 3 വീട്ടുകാർ പിന്നെ ഉപയോഗിക്കുമ്പോ എങ്ങനെ പെട്ടെന്ന് നിറയും. സെപ്റ്റി ടാങ്ക് 1, വേസ്റ്റ് വെള്ളത്തിന് 1 ആയിരുന്നു. പിന്നെ കുടിവെള്ളവും വീടിന്റെ മെയിൻ്റെനൻസ് ഏറ്റവും പ്രധാനമായിട്ട് അതാണ് ചെയ്യേണ്ടത്. വീടിന്റെ മെയിൻ്റെനൻസ് ഇടിഞ്ഞു വീണ് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആരും വിടൂല്ല. സെപ്റ്റി ടാങ്കാണ് ഈ 3 ഇതിന്റെ അകത്താണ് കിടക്കുന്നത്. 3 വീട്ടിലുള്ളത്. ഇവിടെ 1, ഇതൊന്ന്, അതൊന്ന്, ഈ 3 ടാങ്ക് ഇവിടെ ഉണ്ട്. വീടാണ് നമ്മളെ വീട്. നമ്മളെ വീട്ടിൽ കാറ്റടിക്കുമ്പോൾ, മഴ പെയ്യുമ്പോഴത്തേക്കും കാറ്റടിക്കുമ്പോൾ ഓരോ കാറ്റിന് ഇതുപോലെ ഈ സെൻസൈഡ് ഇടിഞ്ഞ് വീഴുന്നോണ്ടിരിക്കും. ഓരോ കാറ്റടിക്കുമ്പോഴും മഴ പെയ്യും. നമ്മൾ കൊച്ചു മക്കളുള്ള വീടാണ്, നമുക്ക് കൊച്ചു മക്കളുള്ളതാണ്. അത് പോയിട്ട് മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം പുറത്ത് പോകില്ല. ഈ കതകളി തട്ടി അകത്താണ് വീഴുന്നത്. നമ്മളാണ് ഈ ചാക്ക് വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ ഭയങ്കര കാറ്റത്ത് ഈ ചാക്ക് വരെ അടിച്ച് തുന്നി പോകണുണ്ട്. തറയിൽ കിടക്കാൻ പറ്റത്തില്ല. ഒരു മുറി, ഒരു ഹാള്, കണ്ടല്ലോ. ഇതാണ് നമ്മളെ അവസ്ഥ. അത് പോയിട്ട് ഓരോ മഴ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും നമ്മളെ കാറ്റത്ത് സെൻസൈഡ് ഇടിഞ്ഞ് വീഴുന്നുണ്ട്. വെള്ളം പോകുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ഇതിനൊരു പരിഹാരം വേണം. നമ്മൾ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്.